നമസ്കാരം, ശ്രീനി ആലക്കോടാണ്. അല്പം മുമ്പ് ഏതാണ്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞു കാണും. പരിയാരം മെഡിക്കൽ കോളേജിൻ്റെ കാഷ്വാലിറ്റിക്ക് മുന്നിലേക്ക് ഒരു പ്രൈവറ്റ് ബസ് ചീറിപ്പാഞ്ഞു വരുന്നു. ആ ബസ് അവിടെ നിന്ന് നിർത്തുന്നു. അതിൽ നിന്നും ചില ആളുകൾ പുറത്തേക്ക് ഇറങ്ങുന്നു. ഒരു പേഷ്യൻറ്റിനെ പുറത്തേക്ക് കൊണ്ടുവരുന്നു. അവർ ആശുപത്രി അകത്തേക്ക് കയറ്റുന്നു. ഇത് എനിക്കൊരു സുഹൃത്ത് അയച്ചു തന്ന വീഡിയോയാണ്. PK ബസ് കണ്ണൂരിൽ നിന്നും പയ്യന്നൂരിലേക്ക് പോകുന്ന ഒരു സ്വകാര്യ ബസ്സാണ്. ആ ബസ്സിൽ നടന്ന ഒരു സംഭവം നിങ്ങൾ കൂടി അറിയണം. സ്വകാര്യ ബസ് ജീവനക്കാർ കാട്ടിയ അഭിനന്ദനം അർഹിക്കുന്ന ഒരു പ്രവൃത്തിയെക്കുറിച്ച് പറയാനാണ് ഈ ത്രിസന്ധ്യ സമയത്ത് ഞാൻ വരുന്നത്. എന്തായാലും ഞാനതിലെ കണ്ടക്ടറുമായി സംസാരിച്ചു. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക്. ഹലോ, PK ബസ്സിലെ കണ്ടക്ടറാണോ? അതെ അതെ. നിങ്ങളുടെ പേരെന്താ? ശരൺ. ശരൺ. എൻ്റെ പേര് ശ്രീനി ആലക്കോട് എന്നാണ്. സാർ പറയ്. പിന്നെ നിങ്ങളുടെ ഇപ്പം ബസ് പരിയാരം മെഡിക്കൽ കോളേജ് വന്നിരുന്നോ? അതെ അതെ, പോയിന്. എന്താ സംഭവം? അത് അവര് തളിപ്പുറം വന്ന് കയറിയതാ. ഒരു സ്ത്രീയാണ്. അപ്പൊ അവർക്ക് പെട്ടെന്ന് തല ചുറ്റുന്നു പറഞ്ഞു. ഞാനോട് ഒരു സീറ്റ് തരുമോ? ഞാൻ ഫ്രണ്ട് പാർട്ടി സീറ്റ് മേലെ സീറ്റാക്കി കൊടുത്തു. ഏകദേശം ചുടലൊക്കെ എത്തിയാലും അവര് തല ഇറങ്ങി വീണു. അതിനുശേഷം പിന്നെ അവർക്ക് ബോധമില്ല. വെള്ളം കുടഞ്ഞിട്ടും എന്തിട്ട് പണിക്കുന്നില്ല. പിന്നെ നമ്മളെ വണ്ടിയിൽ 2-3 യാത്രക്കാരുണ്ട് അവിടെ പരിഹാരത്തില്ലേ. അവര് വന്ന് മോനെ നമുക്ക് നേരെ ഹോസ്പിറ്റലിലേക്ക് പോകാൻ വന്നു. വണ്ടി നേരെ അവിടെ കൊണ്ടുപോയി അവരെന്നെ നഴ്സുമാറിനെ നമ്മളെ വണ്ടിയിൽ നഴ്സുമാറിനെ ഇറക്കിയിട്ട് ഹോസ്പിറ്റലിലേക്ക് ഇതാക്കി. നിങ്ങൾ നേരെ ചുടക്കുന്ന നേരെ അങ്ങോട്ടേക്ക് വിട്ടു അല്ലേ? വിട്ടു. അവിടെ ആക്കിയിട്ട് നിങ്ങൾ പോയി. വണ്ടി പയ്യന്നൂരേക്ക് വന്നു. പിന്നെ ഡ്രൈവറുടെ പേരെന്താ? ഡ്രൈവറുടെ പേര് രഞ്ജിത്ത്. മറ്റേ ക്ലീനർ ഉണ്ടാ? മുകുന്ദൻ അല്ലേ? നിങ്ങൾ 3 പേരാണല്ലേ? അതെ അതെ. ഫ്രണ്ട് അവിടെ നിന്ന് എനിക്കൊരു വീഡിയോ എടുത്ത് അയച്ചു തന്നിരുന്നു. താങ്ക് യു സാർ. അപ്പൊ അതുകൊണ്ട് വിളിച്ച കേട്ടോ. ഓക്കെ സാർ. എന്തായാലും നന്മ വരട്ടെ. ഓക്കെ, താങ്ക് യു. ഓക്കെ. ഇത്രയും നന്മയുള്ള പ്രവൃത്തി ചെയ്ത ആ ബസ് ജീവനക്കാരെ അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല. എന്തായാലും ഹൃദയത്തിൽ തൊട്ട് ആ ജീവനക്കാർക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. അതോടൊപ്പം അവരോടൊപ്പം ചേർന്ന് നിന്ന് ആ പേഷ്യൻറ്റിനെ ആശുപത്രിയിലെത്തിക്കാൻ കാട്ടിയ ആ യാത്രക്കാർക്കും ബിഗ് സല്യൂട്ട്. എല്ലാവർക്കും നന്മ വരട്ടെ. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.